പാലക്കാടിന്റെ MLA എവിടെയാണ് എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളില്ലാണ്. അവൻ ഇവരുടെ പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളാത്തതുകൊണ്ട് ഇവരുടെ പാർട്ടിനെ ചവിട്ടി പുറത്താക്കി. വേണമെങ്കിൽ പാലക്കാട്ടുകാർ സഹിച്ചോളൂ എന്നുള്ള സമീപനം എടുത്തു. അതേ ഹെഡ് മാസ്റ്ററിന്റെ അനിയൻ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് മുനിസിപ്പൽ കൌൺസിലർ പ്രശോഭ് അവൻ ജയിച്ചപ്പോ ആദ്യം കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങി. ഞങ്ങൾ കരുതിയത് ഒരു MLA ആയതുകൊണ്ട് പോയിരുന്നത്. പക്ഷെ ഇവനെ പണി പഠിപ്പിച്ചു. ഒരു മിനിറ്റ് ജമാലിക്ക, പ്രശോഭ് രാഹുലിനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയപ്പോ ഞാൻ കരുതിയത് ഒരു MLA ആയതുകൊണ്ട് പോയി. ഒരു മിനിറ്റ് പൂർണ്ണമാക്കട്ടെ. ഇവിടെ രാഹുലിനെ കാണാൻ വേണ്ടി പ്രശോഭ് പോയപ്പോ ഞാൻ വിചാരിച്ചെന്തറിയോ, MLA ആയതുകൊണ്ട് പോയിന്ന്. സംഭവനെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവിനെ കാണാൻ പോയാണെന്നുള്ളത് നമ്മൾ സത്യത്തിൽ വിചാരിച്ചില്ല. പണി പഠിപ്പിച്ച ആശാനികളെ കാണാൻ പോയത് നമുക്കറിയായിരുന്നു. ഇപ്പോഴല്ലേ ഓരോന്നായി പുറത്തു വരുന്നത്. അന്ന് അവന്റെ അനുഗ്രഹം വാങ്ങാൻ പോയവരൊക്കെ അവന്റെ കളരിയിൽ നിന്നാണ് ഈ അഭ്യാസം പഠിച്ചതെന്ന് തോന്നുന്നത്. അതോ ഇവർക്കൊക്കെ പണി പഠിപ്പിച്ച ആള് ഇപ്പോഴും കാണാൻ പറയത്തുണ്ടോന്ന് ദൈവത്തിനറിയാം. പ്രശോഭ് ഇവിടെ അവന്റെ ചിത്രം വന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത്. ഇതൊരു ഐക്യ ബലാത്സംഗ മുന്നണിയാണോ എന്നുള്ളതാണ് നമ്മൾ സംശയിച്ചു പോകുന്നത്. കാരണം പാലക്കാട് ടൗണിലെ പാലക്കാടിന്റെ MLA ഈ രാഹുലിനെതിരെ ഇതേ കോൺഗ്രസ് പാർട്ടി ഒരു വനിതാ പ്രവർത്തകർ പറഞ്ഞു, രാഹുലിനെതിരെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് ഞാൻ